നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ഉൾപ്പെടെയുള്ള ഉന്നതരുടെ തലയ്ക്ക് വിലയിട്ട് അമേരിക്ക. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രമുഖരെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $10 മില്യൺ, അതായത് ഏകദേശം 84 കോടി രൂപയിലേറെ വരെ പാരിതോഷികം നൽകുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഇവരാണെന്ന് US വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ USഉം ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായക പ്രഖ്യാപനം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട 10 പേരുടെ പട്ടികയിൽ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയാണ് ഒന്നാമൻ. മുജ്തബയ്ക്ക് പുറമെ സുപ്രീം ലീഡറുടെ ഓഫീസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹജാസി, സൈനിക ഉപദേഷ്ടാവ് മേജർ ജനറൽ യഹ്യ റഹീം സഫാവി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ആഭ്യന്തരമന്ത്രി ബ്രിഗേഡിയർ ജനറൽ എക്സന്തർ മോമിനി, രഹസ്യാന്വേഷണ സുരക്ഷാ മന്ത്രി ഇസ്മായിൽ ഖദീബ് എന്നിവരും പട്ടികയിലുണ്ട്. പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി, ARGC കമാൻഡർ തുടങ്ങിയ സ്ഥാനങ്ങളിലുള്ളവരും US പട്ടികയിലുണ്ട്. വിവരങ്ങൾ കൈമാറുന്നവർക്കായി എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ സംവിധാനങ്ങളാണ് അമേരിക്ക ഒരുക്കിയിരിക്കുന്നത്. ടോർ അധിഷ്ഠിത ടിപ്പ് ലൈൻ വഴിയോ സിഗ്നൽ ആപ്പ് വഴിയോ വിവരങ്ങൾ കൈമാറാമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങളെ അറിയിച്ചു. വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികത്തിന് പുറമെ സുരക്ഷിത പുനരധിവാസവും റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പദ്ധതിയിലുണ്ട്. അമേരിക്ക, ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിന് സമീപം 34 ജീവനക്കാരുമായി ഇന്ത്യയുടെ ഒരു LPG കപ്പൽ കുടുങ്ങി. ക്യാപ്റ്റൻ വീരേന്ദ്ര വിശ്വകർമ്മയുടെ നേതൃത്വത്തിലുള്ള കൂറ്റൻ ടാങ്കറിൽ 36 ലക്ഷം ഗാർഹിക സിലിണ്ടറുകൾക്ക് ആവശ്യമായ പാചകവാതകമാണുള്ളത്. മിസൈലുകളും ഡ്രോണുകളും കപ്പലിന് മുകളിലൂടെ നിരന്തരം പറക്കുന്നത് ജീവനക്കാരെ കടുത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കുവൈറ്റിലെ മിന അൽ അഹമ്മദിയിൽ നിന്ന് ഗുജറാത്തിലെ ദീൻദയാൽ കണ്ട്ല തുറമുഖത്തേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ. ഫെബ്രുവരി 28 മുതൽ സമുദ്രപാതയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് കപ്പലിന് യാത്ര തുടരാനായിട്ടില്ല. നിലവിൽ UAEക്ക് സമീപമുള്ള മിന സഗർ തുറമുഖ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് കപ്പൽ. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷാ അകമ്പടി ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാൻ കഴിയൂ എന്ന് ക്യാപ്റ്റൻ വിശ്വകർമ്മ സന്ദേശത്തിലൂടെ അറിയിച്ചു. കപ്പലിൽ 60 ദിവസത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ മാത്രമാണുള്ളത്. ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ നാട്ടിലെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താനും കപ്പൽ ജീവനക്കാർക്ക് സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. രാജ്യത്ത് LPG പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടി നേതാവിന്റെ വീട്ടിൽ നിന്ന് 55 സിലിണ്ടറുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. UP ഹാപൂർ ജില്ലയിലുള്ള SP നേതാവായ അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ നിന്നുമാണ് LPG സിലിണ്ടറുകൾ കണ്ടെടുത്തത്. നേരത്തെ രാജ്യത്തെ LPG ക്ഷാമത്തിന് കേന്ദ്രത്തെ അടക്കം സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തിയിരുന്നു. പാചകവാതക ലഭ്യത സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് സമാജ്വാദി പാർട്ടി MP രാം ഗോപാൽ യാദവ് പറഞ്ഞത്. ജനങ്ങൾ നീണ്ട ക്യൂവിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് സ്വന്തം പാർട്ടി അംഗത്തിന്റെ വീട്ടിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച 55 സിലിണ്ടറുകൾ കണ്ടെടുത്തത്. എന്നാൽ സംഭവത്തിന് പിന്നാലെ അബ്ദുൾ റഹ്മാനുമായി ബന്ധമില്ലെന്ന് സമാജ്വാദി പാർട്ടി അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സമ്മർദ്ദത്തിനും പോസ്റ്റർ പ്രതിഷേധത്തിനും വഴങ്ങില്ലെന്നും നേതൃത്വം പറഞ്ഞു. ഒറ്റപ്പേരുമായി തെരഞ്ഞെടുപ്പ് സമിതിയിലെത്താൻ തീവ്ര ശ്രമം നടത്തുകയാണ്. ബുധനാഴ്ചയോടെ പട്ടിക അന്തിമമാക്കാനാണ് തീരുമാനം. 20 സീറ്റിൽ വരെ വിശദ ചർച്ച വേണ്ടിവരുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ വിശദ ചർച്ച നടത്താൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും കോവളത്തും ഒഴികെ 10 സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിച്ചത്. സുധാകരനെ അനുകൂലിച്ച് ഇന്ന് എറണാകുളത്തെ വിവിധയിടങ്ങളിൽ ഫ്ലക്സുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥികളെ മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടെന്നും സമയമാകുമ്പോൾ നേതൃത്വം പ്രഖ്യാപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്കും സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തിട്ടില്ല. ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥികളാണ്. അടൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ 50 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ അല്ല തയ്യാറാക്കിയതെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് സതീശൻ പറഞ്ഞു. സീറ്റിനായി ആളുകൾ നേതാക്കളെ കാണുന്നത് സ്വാഭാവികമാണ്. 30 വർഷം മുൻപ് താനും ഇതുപോലെ നേതാക്കളെ കണ്ടിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. അതേസമയം സുധാകരന്റെ നിലപാടിൽ കണ്ണൂരിലെ ജില്ലാ നേതാക്കൾ അതൃപ്തിയിലാണ്. ജില്ലയിലെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുമെന്നാണ് നേതാക്കളുടെ ആശങ്ക. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് KPCCയെ സമീപിച്ചിരിക്കുകയാണ് നേതാക്കൾ. സീറ്റ് നൽകാത്തതിലുള്ള പരിഭവം തുടർന്ന് മുൻ KPCC അധ്യക്ഷൻ സുധാകരൻ പൊതുപരിപാടികൾ ഒഴിവാക്കി വീട്ടിൽ തുടരുകയാണ്. സുധാകരൻ അണികളെയും തന്റെ മറ്റ് അനുയായികളെയും ചേർത്ത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് സുധാകരന്റെ നീക്കം. എന്നാൽ ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാത്രമേ മറ്റ് പ്രതികരണങ്ങൾ നടത്തുകയുള്ളൂ എന്നാണ് സുധാകരന്റെ തീരുമാനം. ഏത് ഫോർമുല വെച്ചാലും നിലപാടിൽ നിന്ന് വ്യതിചലിക്കില്ലെന്ന തീരുമാനത്തിലാണ് സുധാകരൻ. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കണ്ണൂരുമായി തനിക്കുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ച് സുധാകരൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ കണ്ണൂരിൽ സുധാകരന് കൂടി താല്പര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി പ്രശ്നം തീർക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം.
കണ്ണൂർ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MPക്കെതിരെ ഒളിയമ്പുമായി കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. മലവെള്ളപ്പാച്ചിലിൽ ഈട്ടിത്തടിയായാലും തേക്കായാലും ഒലിച്ചു പോകുമെന്നായിരുന്നു ഉണ്ണിത്താന്റെ ഒളിയമ്പ്. സിറ്റിംഗ് MPമാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് MPമാർക്കുള്ളതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ ഒരു സംഘം ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഉച്ചയോടെയായിരുന്നു കൊലപാതകം. SUV കാറിൽ പിന്തുടർന്നെത്തി അതുൽ സഞ്ചരിച്ചിരുന്ന കാറിനെ ദേശീയപാതയ്ക്ക് സൈഡിലേക്ക് ഇടിച്ചു മറിച്ചിട്ടായിരുന്നു കൊലപാതകം. എന്നാൽ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. അലുവ അതുലിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.